രാമായണ കഥയിലെ പ്രതിനായകനാണ് രാവണൻ. ഏറെ പ്രത്യേകതകൾ രൂപത്തിലും അലങ്കാരങ്ങളിലുമൊക്കെയുള്ള രാവണൻ ഒരു കൗതുക കഥാപാത്രം കൂടിയാണ്. രാവണന് 10 തലകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറെ പ്രത്യേകത. വിശ്രവസിന്റെ മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് രാവണൻ. അമ്മ കൈകസി. രാവണന് 10 തലകൾ ലഭിച്ചതിനെക്കുറിച്ച് വ്യത്യസ്ത കഥകളാണുള്ളത്. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമൊക്കെയുള്ള രാവണന്റെ പ്രാവീണ്യം അടയാളപ്പെടുത്തുവാനാണ് 10 തലകൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഒരഭിപ്രായം. രാവണന്റെ സഹോദരൻ കുംഭകർണനും വിഭീഷണനും. രാവണൻ അഹങ്കാരിയും ആക്രമണ സ്വഭാവമുള്ള ആളാണെങ്കിലും വിദ്യകൾ അഭ്യസിക്കുവാനും വേദങ്ങളും പുരാണങ്ങളും കലകളുമൊക്കെ അഭ്യസിക്കുന്നതിലും ശ്രദ്ധ പതിപ്പിച്ച ഒരാളായിരുന്നു രാവണൻ. മികച്ച വീണാവാദകനായിരുന്നു രാവണൻ. രാവണന്റെ കൊടിയുടെ അടയാളം തന്നെ വീണയായിരുന്നു. കലാഹൃദയവും കലാകാരനുമായിരുന്നു എങ്കിലും അതിലൊന്നും അടയാളപ്പെടാതെ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ രാവണൻ തീരുമാനിച്ചതാണ് അദ്ദേഹത്തിന്റെ പതനവും. രാവണൻ ലങ്കയുടെ രാജാവാകുന്നു. മികച്ച ഭരണാധികാരിയായിരുന്നു രാവണനെന്ന് രാമായണം പറയുന്നുണ്ട്. എങ്കിലും എന്തിനേയും കീഴടക്കുക, ഞാനെന്ന ഭാവം, ഇതൊക്കെ മനസ്സിൽ നിറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു രാവണൻ. ഒരിക്കൽ രാവണൻ കൊടും തപസ് ചെയ്ത് സാക്ഷാൽ ബ്രഹ്മാവിനെ തന്നെ പ്രത്യക്ഷപ്പെടുത്തി. എന്തിനാണെന്നല്ലേ? ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ ഇവർക്കൊന്നും തന്നെ വധിക്കുവാൻ സാധിക്കരുത്. കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയതല്ലേ? വരം നൽകിയേ മതിയാവൂ. ബ്രഹ്മാവ് അപ്രകാരം തന്നെ രാവണന് വരം നൽകി. പൊതുവെ അഹങ്കാരം അലങ്കാരമായി കൊണ്ടു നടന്ന രാവണന് ഈ വരം ലഭിച്ചാലുള്ള കഥ പറയുവാനുണ്ടോ? രാവണൻ പിന്നീട് എല്ലാവരെയും ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഭൂമിയിൽ രാവണന്റെ പരാക്രമങ്ങൾ കണ്ട് എല്ലാവരും പുറുതിമുട്ടി എന്ന് വേണം പറയുവാൻ. അങ്ങനെ ഭൂമിദേവി തന്നെ മുൻകൈയെടുത്ത് ദേവേന്ദ്രനോടൊപ്പം ബ്രഹ്മാവിനോട് പരാതി പറയുവാൻ ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ വരം കൊടുത്തു എന്നത് ശരി തന്നെ, പക്ഷേ ആ വരദാനത്തിൽ ഒരു പഴുതുണ്ട്. അഹങ്കാര നിമിത്തം രാവണൻ അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. രാവണനെ വധിക്കുവാൻ ഒരു മനുഷ്യനെയാണ് ആവശ്യം. മനുഷ്യരെയെല്ലാം കേവലം നിസാരന്മാരായി കണ്ട രാവണന് ബ്രഹ്മാവിന്റെ വരദാനത്തിലെ ഈ പഴുത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്ന് വേണം കരുതുവാൻ. അങ്ങനെ എല്ലാവരും കൈലാസത്തിലെത്തി. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണുവിനെ കാണുന്നു. പ്രപഞ്ച സംരക്ഷണത്തിനായി നിരവധി അവതാരങ്ങൾ നടത്തിയ ഭഗവാൻ ഒരു മനുഷ്യനായി ജനിച്ച് രാവണ നിഗ്രഹം നടത്തി ഞങ്ങളെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, സങ്കട നിവാരണത്തിനായി നാം വേണ്ടത് ചെയ്യാം. അങ്ങനെയാണ് ശ്രീരാമന്റെ ജനനം. മഹാവിഷ്ണുവിന്റെ അവതാരമായി ഭൂമിയിൽ ദശരഥപുത്രനായി ജന്മമെടുത്ത സാക്ഷാൽ ശ്രീരാമൻ. ആയുധവിദ്യകളിലും തന്ത്രവിദ്യകളിലുമൊക്കെ രാവണൻ അതിവിദഗ്ധനായിരുന്നു. തൻ്റെ ശത്രുവിൻ്റെ ചിന്തകളെപ്പോലും നിയന്ത്രിച്ച് ഒരു മായാലോകത്തിലെത്തിച്ച് അവരെ അങ്ങനെ പരാജയപ്പെടുത്തുവാനുമൊക്കെ കഴിവുണ്ടായിരുന്ന ആളായിരുന്നു രാവണൻ. രാവണന് നിരവധി ആയുധങ്ങൾ സ്വന്തമായുണ്ടായിരുന്നു. രാവണന്റെ ഏറ്റവും പ്രസിദ്ധമായ ആയുധമാണ് ചന്ദ്രഹാസം. ചന്ദ്രഹാസം ഇളക്കാതെ എന്ന പ്രയോഗം നാം എപ്പോഴും കേൾക്കാറുണ്ട്. ശിവനിൽ നിന്നാണ് ചന്ദ്രഹാസം രാവണന് ലഭിക്കുന്നത്. ഒരിക്കൽ കൈലാസപർവ്വതം ഇളക്കുവാൻ ശ്രമിച്ചു രാവണൻ. പക്ഷേ പരമശിവൻ തൻ്റെ കാലുകൊണ്ട് കൈലാസത്തെ അമർത്തിപ്പിടിച്ചു. രാവണന്റെ കൈകൾ കൈലാസത്തിനടിയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും കൈകൾ പുറത്തേക്കെടുക്കുവാൻ രാവണന് കഴിയുന്നില്ല. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ രാവണൻ 1000 വർഷം ശിവനെ തപസ്സനുഷ്ഠിച്ചു എന്നാണ് കഥ. ഒടുവിൽ ശിവൻ രാവണനോട് ക്ഷമിക്കുകയും വിശിഷ്ടമായ ചന്ദ്രഹാസം എന്ന വാൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ ചന്ദ്രഹാസം നൽകുമ്പോൾ ഒരു നിബന്ധന വെച്ചിരുന്നു. ഈ ആയുധം നിരപരാധികൾക്കു നേരെ പ്രയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ ചന്ദ്രഹാസം തിരികെ എൻ്റെ കൈവശം തന്നെ വന്നു ചേരും. അതായിരുന്നു നിബന്ധന. പിന്നീട് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുവന്ന കഥയുമൊക്കെ ഏറെ പ്രസിദ്ധമാണല്ലോ. രാവണ നിഗ്രഹത്തിന് ഭൂമിയിൽ ജന്മമെടുത്ത ശ്രീരാമൻ. പക്ഷേ രാവണൻ തൻ്റെ മരണത്തിലേക്ക് നയിക്കുവാനുള്ള നിമിത്തങ്ങളെല്ലാം സ്വയം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് വേണം പറയുവാൻ. ഒടുവിൽ രാമരാവണ യുദ്ധം അത് ആരംഭിക്കുക തന്നെ ചെയ്തു. ദിവസങ്ങൾ നീണ്ടുനിന്ന ഘോരയുദ്ധം. ശ്രീരാമന്റെ അസ്ത്രങ്ങൾ രാവണന്റെ കൊടിമരം തകർക്കുന്നു. വിജയിക്കുമെന്ന് ശ്രീരാമന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ രാവണനും യുദ്ധഭൂമിയിൽ കരുത്തോടെ പൊരുതി നിന്നു. ഒടുവിൽ രാമൻ ബ്രഹ്മാസ്ത്രം രാവണന് നേരെ പ്രയോഗിക്കുന്നു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമന്റെ ബാണമേറ്റ് രാവണൻ മരിച്ചു വീണു. കാലത്തിന്റെ കൽപ്പന പോലെ അവതാര ലക്ഷ്യങ്ങളിലൊന്ന് പൂർണ്ണമാകുകയായിരുന്നു അവിടെ.